ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. SBI അക്കൗണ്ട് ഉടമകൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ബാങ്കിംഗ്, യൂസർ ID, പാസ്വേഡ് തുടങ്ങിയവ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. യോനോ SBI ലൈറ്റ് തുടങ്ങിയ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നവർക്കും ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്കും അവരുടെ യൂസർ ID യോ പാസ്വേഡോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവ ഈ ഒരു രീതിയിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. യൂസർ IDയും പാസ്വേഡും മറന്നുപോയിട്ട് ഇപ്പോഴും അവ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് SBI യൂസർ IDയും പാസ്വേഡും കണ്ടെത്തുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ സെർച്ച് ബാറിൽ SBI ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് റിസൾട്ടുകൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിലൊന്നാമത്തെ കാണാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ പേഴ്സണൽ ബാങ്കിങ് എന്നുള്ളതിൽ ലോഗിൻ എന്നുള്ള ബട്ടൺ കാണാം. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ കണ്ടിന്യൂ ടു ലോഗിൻ എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യാനുള്ള പേജാണ്. ഇവിടെ മുകളിലായിട്ട് കാണാം ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഫോർഗോട്ട് യൂസർ നെയിം ഓർ ലോഗിൻ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഫോർഗോട്ട് മൈ ലോഗിൻ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനാണ് ഡീഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ യൂസർ നെയിമാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോർഗോട്ട് യൂസർ നെയിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ CIF നമ്പർ എന്നുള്ളതാണ്. ഈ SIF നമ്പർ നമുക്ക് നമ്മുടെ പാസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ CIF നമ്പർ നോക്കി അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ കൺട്രി എന്നുള്ളതാണ്. അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൺട്രി നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ വരുന്നത് അതിന് നേരെയുള്ള കോളത്തിലുള്ള കോഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇമേജ് നോക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു കോഡ് നമ്പർ നമ്മളവിടെ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഈ സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ OTP എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ മൊബൈലിലേക്ക് ലഭിച്ചുള്ള SMS ആയി വന്നുള്ള ആ ഒരു OTP കോഡ് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ OTP കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഇവിടെ താഴെയുള്ള കൺഫേം എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ യൂസർ നെയിം ഹാസ് ബീൻ സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ലോഗിൻ യൂസർ നെയിം ഈസ് എന്ന് അവിടെ നമ്മുടെ യൂസർ നെയിം നമുക്കവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമ്മുടെ യൂസർ നെയിം നമുക്ക് SMS ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. അതോടുകൂടെ തന്നെ നമുക്ക് ആ സ്ക്രീനിൽ അവിടെ കാണാവുന്നതുമാണ്. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ യൂസർ ID കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പാസ്വേഡ് അറിയില്ല. അപ്പോൾ അത് റീസെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഈ ഒരു വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്ക്രീനിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോർഗോട്ട് മൈ ലോഗിൻ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഈ നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ യൂസർ നെയിമാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ യൂസർ നെയിം എന്നുള്ള കോളത്തിൽ നമ്മുടെ യൂസർ നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത കോളത്തിൽ വരുന്നത് അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ്. അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് കൺട്രി എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ കൺട്രി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ വരുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ നമ്മൾ അവിടെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ കോളത്തിൽ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുന്നതോടുകൂടെ കൺട്രി കോഡ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷമുള്ള 10 അക്ക നമ്പർ ആ കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷമുള്ള കോളത്തിൽ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനടുത്ത കോളത്തിൽ വരുന്നത് അതിന് നേരെയുള്ള കോളത്തിലുള്ള ആ ഒരു ഇമേജ് കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു കോഡ് നമ്മൾ ആ കോളത്തിൽ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെയുള്ള ഈ സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു OTP കോഡ് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP നമ്പർ നമ്മളിവിടെയുള്ള എൻ്റർ ദി വൺ ടൈം പാസ്വേഡ് OTP എന്നതിന് നേരെയുള്ള ഈ കോളത്തിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കൺഫേം എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ലോഗിൻ പാസ്വേഡ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ യൂസിങ് ATM കാർഡ് ഡീറ്റെയിൽസ് എന്ന്, അടുത്തായിട്ട് വരുന്നത് യൂസിങ് പ്രൊഫൈൽ പാസ്വേഡ്, അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്നത് റീസെറ്റ് യുവർ ലോഗിൻ പാസ്വേഡ് വിത്ത് ബ്രാഞ്ച് ആക്ടിവേഷൻ എന്നുള്ളതാണ്. ആ ഓപ്ഷനിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, നമ്മുടെ ATM കാർഡ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട്.
അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് യൂസിങ് ATM കാർഡ് ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മുടെ ATM കാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അവിടെ ആക്റ്റീവ് കാർഡ്സ് എന്നുള്ളതിന് താഴെയായിട്ട് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള കാർഡ് നമുക്ക് കാണും. അപ്പോൾ നമ്മൾ ആ ഒരു കോളത്തിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള കൺഫേം എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഡെബിറ്റ് കാർഡ് വാലിഡേഷൻ എന്നുള്ള ഒരു സ്ക്രീനിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു വാലിഡേഷൻ ചെയ്യാനായിട്ടാണ്. ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ കാർഡ് നമ്പർ നമുക്കവിടെ മാസ്ക്ഡ് ആയിട്ട് കാണാവുന്നതാണ്. അടുത്ത കോളത്തിൽ വരുന്നത് കാർഡ് ഹോൾഡർ നെയിം എന്നുള്ളതാണ്. അതിൽ നമ്മുടെ നെയിം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ വാലിഡ് ടു ഓർ എക്സ്പയറി ഡേറ്റ് എന്നുള്ളതുണ്ട്. അവിടെ നമ്മുടെ ATM കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, മന്ത്, ഇയർ തുടങ്ങിയവ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. വർഷം, മാസം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ നമ്മുടെ ATM കാർഡിൻ്റെ പിൻ നമ്പറാണ്. അവിടെ നമ്മുടെ ATM കാർഡിൻ്റെ 4 അക്ക സീക്രട്ട് കോഡ്, നമ്മുടെ സീക്രട്ട് പിന്ന് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനടുത്ത കോളത്തിൽ വരുന്നത് അതിന് നേരെയുള്ള കോളത്തിലുള്ള ആ ഒരു കോഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യുവർ ഡെബിറ്റ് കാർഡ് വാലിഡേഷൻ ഈസ് സക്സസ്. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് വാലിഡേഷൻ സക്സസ് ആയിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട് റിഫ്രഷ് ഓർ ക്ലോസ് ദിസ് പേജ്. ക്ലിക്ക് ഹിയർ ടു റിട്ടേൺ ടു ദി റീറ്റെയിൽ പോർട്ടൽ. ശേഷം നമ്മളിവിടെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ഈ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ടാണ്. എൻ്റർ ദി ന്യൂ ലോഗിൻ പാസ്വേഡ്, കൺഫേം ന്യൂ ലോഗിൻ പാസ്വേഡ് എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അവിടെ എൻ്റർ ദി ന്യൂ ലോഗിൻ പാസ്വേഡ് എന്നുള്ള കോളത്തിൽ നമ്മൾ പുതുതായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അവിടെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം ന്യൂ ലോഗിൻ പാസ്വേഡ് എന്നുള്ള കോളത്തിലും നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഇത് ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാസ്വേഡ് മിനിമം 8 ക്യാരക്ടേഴ്സും മാക്സിമം 20 ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലും ആയിരിക്കണം എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ മിനിമം ഒരു ഡിജിറ്റ് 0 മുതൽ 9 വരെയുള്ളതിന് ഇടയിലുള്ള ഒരു ഡിജിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ആൽഫബറ്റും ഉൾപ്പെടുത്തിയിരിക്കണം. A മുതൽ Z വരെയുള്ളതിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു ആൽഫബറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തായിട്ട് പറയുന്നത് പെട്ടെന്ന് ഊഹിക്കാവുന്ന പാസ്വേഡുകൾ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പാസ്വേഡ് നമ്മൾ നൽകുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പേര്, അഡ്രസ്സ്, കാർ നമ്പർ, ഫോൺ നമ്പർ മുതലായവ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ പാസ്വേഡ് നമ്മൾ മറ്റെവിടെയെങ്കിലും എഴുതി വെക്കുന്നതിന് പകരം നമ്മുടെ മെമ്മറിയിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി റീസൺസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാസ്വേഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം. ഇപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മോഡൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 2 കോളത്തിൽ നമ്മുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യുവർ ലോഗിൻ പാസ്വേഡ് ഹാസ് ബീൻ റീസെറ്റ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ലോഗിൻ പാസ്വേഡ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു ലോഗിൻ പേജിലോട്ട് തന്നെ വരിക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുള്ള ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ വീണ്ടും ആ ലോഗിൻ പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ യൂസർ നെയിം എന്നുള്ളതിൽ നമ്മളെ യൂസർ നെയിം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് എന്നുള്ള കോളത്തിൽ ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് അതിന് താഴെയുള്ള കോളത്തിലുള്ള ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. ആ ഒരു കോഡ് നമ്പർ നമ്മൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ലോഗിൻ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. 1 ടൈം പാസ്വേഡ് എന്നുള്ളതിന് നേരെയുള്ള കോളത്തിൽ നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ആ ഒരു ഹോം പേജ് നമുക്ക് ഇതുപോലെ ഇവിടുന്ന് ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ എല്ലാ സർവീസുകളും നമുക്ക് ഇവിടുന്ന് ഉപയോഗിക്കാവുന്നതാണ്. SBI ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ ID, പാസ്വേഡ് തുടങ്ങിയവ മറന്നു പോയിട്ടുള്ളവർക്ക് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.